എൻ്റെ കാര്യം വേറെ വഴിയില്ല. 10 കൊല്ലം എന്നെ ഉപദ്രവിക്കുക. 10 കൊല്ലം ഒരു മനുഷ്യനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇൻ ദ നെയിം ഓഫ് ലോ, ഇൻ ദ നെയിം ഓഫ് ലോ. നമുക്ക് പേരെടുത്ത് പറയാൻ പറ്റില്ലല്ലോ. ഒരിടവേളയ്ക്ക് ശേഷം വീഡിയോയുമായി നടൻ ബാല. ചിലർ മൂലം വ്യക്തിജീവിതത്തിലെ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുമെന്നാണ് പുതിയ വീഡിയോയിൽ ബാല പറഞ്ഞത്. 10 കൊല്ലമായി തന്നെ ഉപദ്രവിക്കുകയാണെന്നും കേട്ടാൽ വലിയൊരു വാർത്താ സമ്മേളനം വിളിച്ചുകൂട്ടി എല്ലാ സത്യങ്ങളും തുറന്നു പറയുമെന്നും ബാല പറയുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നടൻ ബാലയാണ്. ഇതൊന്ന് പറയണമെന്ന് തോന്നി. വേറെ മാർഗമില്ല. ഞാൻ അടുത്ത കാലത്ത് കുറച്ച് വീഡിയോകൾ കണ്ടിരുന്നു. എൻ്റെ കാര്യം വേറെ വഴിയില്ല. അതുകൊണ്ടാണ് 10 കൊല്ലമായി എന്നെ ഉപദ്രവിക്കുകയാണ്. 10 കൊല്ലമായി ഒരു മനുഷ്യനെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതും നിയമത്തിൻ്റെ പേരിൽ. പേരെടുത്ത് പറയാൻ എനിക്ക് പറ്റില്ല. അവർക്ക് എന്ത് വേണമെങ്കിലും എന്നെക്കുറിച്ച് പറയാം. എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഞാൻ ആണാണ്. ആണല്ലേ, പറയാൻ പാടില്ല. എത്ര സങ്കടമുണ്ടെങ്കിലും മനസ്സിൽ വെക്കണം. ചിരിച്ചുകൊണ്ടേയിരിക്കണം. മീഡിയയെക്കുറിച്ച് എനിക്കൊരു കാര്യം പറയാനുണ്ട്. മീഡിയ നല്ല ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇന്നുകൂടി ഞാൻ ന്യൂസ് കണ്ടിരുന്നു. ചില സത്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ ചില അസത്യങ്ങളും പറയുന്നുണ്ട്. വ്യൂസിന് വേണ്ടിയാണ് അത്. എന്നാൽ ആ മീഡിയയെപ്പോലും ചതിക്കുന്ന ഒരാളുണ്ട് കേരളത്തിൽ. അറിയാമോ? ഒന്നും വേണ്ട, ഒന്നും വേണ്ടെന്ന് പറഞ്ഞു നടക്കുന്ന ഒരാളുണ്ട് ഇവിടെ. ഇതെല്ലാം പുറത്തു വന്നാൽ 10 കൊല്ലമായി. എൻ്റെ വിവാഹം കഴിഞ്ഞു. എൻ്റെ ഭാര്യയുടെ പിറന്നാൾ വരാൻ പോവുകയാണ്. കേസ് കേസ് കേസ്. എന്ത് ചെയ്യും ഞാൻ? ഞാൻ എവിടെയാണുള്ളത്? ഇന്ന് രാവിലെ വൈക്കം ശിവക്ഷേത്രത്തിൽ ഞാൻ പോയിരുന്നു. കുടുംബമായാണ് പോയത്. എൻ്റെ ഭാര്യ, മാമിയാർ കോകിലയുടെ അനിയത്തി, എൻ്റെ ചിത്തപ്പ, എല്ലാവരും വന്നിട്ടുണ്ട്. 2 ദിവസം കഴിഞ്ഞാൽ കോകിലയുടെ പിറന്നാളാണ്. വിശേഷങ്ങളുണ്ട്. ഇവിടെ നിയമമുണ്ടോ? കേരളത്തിൽ എന്നല്ല, ലോകത്ത് നിയമമുണ്ടോ? പറ, എന്താണ് ഞാൻ ചെയ്യേണ്ടത്? മീഡിയയെ തന്നെ ചതിക്കുന്ന ഒരാളുണ്ട് ഇവിടെ. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇനി എന്നെ ഉപദ്രവിച്ചാൽ ഞാൻ വലിയ പ്രസ് മീറ്റ് വെക്കും. എല്ലാ സത്യങ്ങളും തുറന്നു പറയും. ഇത് നടക്കും, എഴുതി വെച്ചോളൂ. ഏഷ്യാനെറ്റ്, മനോരമ ന്യൂസ് എല്ലാവരെയും വിളിക്കും ഞാൻ. സത്യങ്ങൾ തുറന്നു പറയും. അപ്പോൾ നിങ്ങൾ ഞെട്ടിപ്പോകും. പറ്റാത്തതുകൊണ്ടാണ്, ക്ഷമിക്കണം. എല്ലാവരും ഞങ്ങളെ 2 പേരെയും വിഷം വെച്ച് കൊന്നേക്കൂ എന്നായിരുന്നു ബാലയുടെ വാക്കുകൾ. നടൻ്റെ വീഡിയോ വൈറലായതോടെ മുൻ ഭാര്യ അമൃത സുരേഷിനെയും കുടുംബത്തെയുമാണ് ബാല ഉദ്ദേശിച്ചത് എന്നാണ് പ്രേക്ഷകരുടെ കമൻറ്റുകൾ. വിവാഹമോചന ശേഷം ഇരുവരും തമ്മിൽ ഇടയ്ക്കിടെ പ്രശ്നങ്ങളുണ്ടാകാറുണ്ട്.